Guys, I am going to Germany. അയ്യോ എന്റെ മോള് ജർമ്മനി പോവാ. അങ്ങനെ വളരെ 3 വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷം ഞാൻ അങ്ങനെ പോവുകയാണ് ഗൈസ്. എന്റെ ഇവിടെ സാധനം നല്ല കേട്ടോ, എല്ലാരും മേടിക്കുക, ഇറങ്ങാനും പോത്തില്ല. ആയിക്കോട്ടെ വിൻഡോസ്. എയർപോർട്ട്, അബുദാബി എയർപോർട്ട്. എൻ്റെ ലഗേജിനകത്തല്ല, നമുക്ക് മൊത്തം 2 ബാഗും ഒരു 7 കിലോയുടെ ബാഗുണ്ട്. ഈ 7 കിലോയുടെ ബാഗ് ഈ ലഗേജിൻ്റെ കൂടെ തന്നെ അവർ വിട്ടോട്ടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടോളാൻ. അതിനകത്താണ് എൻ്റെ മേക്കപ്പ് ഐറ്റംസും എൻ്റെ ലിപ്സ്റ്റിക്കും എൻ്റെ സാധനങ്ങളെല്ലാം. കൺവെൻഷൻ ഒന്നും പോയില്ല, വാട്ടർ പ്രൂഫ് എത്ര കരഞ്ഞിട്ടും പോയില്ല. പക്ഷെ ലിപ്സ്റ്റിക്ക് പോയി. അയ്യോ, അത് ഇനി അവിടെ ചെല്ലുമ്പോഴേ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റത്തില്ല. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിവിടെ ജർമ്മനിയിലെത്തി. ഇപ്പം ഞാൻ എൻ്റെ സ്ഥലത്തിലേക്ക് പോകാനായിട്ട് ട്രെയിൻ നോക്കിയിരിക്കുകയാണ്. പിന്നെ എൻ്റെ കൂട്ടിന് ഒരാളും കൂടെ ഉണ്ട്. നോക്ക്. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ബിറ്റി സാജൻ എൻ്റെ കൂടെ ഉണ്ട്. ഇവളിനി എന്നെ ബാക്കിയെല്ലാം സെറ്റാക്കിക്കോളും. റെഡി, എല്ലാം ഞാൻ സെറ്റാക്കി കൊടുക്കും. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ. എന്നിട്ടാണെങ്കിൽ എന്നിട്ടൊരു 10-15-20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓക്കെയാണ് കയറിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് പെട്ടെന്ന് ഒരു പോലീസുകാരൻ തോക്കും കൊണ്ട് വന്നിട്ട് അതെ എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് 5 മിനിറ്റ്സിനുള്ളിൽ എല്ലാവരും ഇവിടുന്ന് വെക്കേറ്റ് ആവണം, എമർജൻസിയാണ്. പക്ഷെ ഞാനൊന്ന് ഒരുങ്ങി പല്ല് വെച്ചില്ലെങ്കിൽ എന്താ, കുളിച്ചില്ലെങ്കിൽ എന്താ, ലിപ്സ്റ്റിക് ഇട്ടു. അപ്പം എനിക്ക് കുറച്ച് സമാധാനമായി. അൽഹംദുലില്ലാ. അതെ, ഹൈറ്. അതെ. Connecting train services RC to Berlin. അങ്ങോട്ട് കയറുന്നതിന് അങ്ങോട്ട് 4 ബിജി കയറി. എൻ്റെ അതിരണ്ണനെ വിളിക്കട്ടെ. അപ്പം ഇതുവരായിട്ടും വിളിച്ചില്ലേ ഗൈസ്? ഞങ്ങൾ ഇത്രയും പെട്ടികൊണ്ട് ക്യാബ് വിളിക്കണം എന്നൊക്കെയാ പറയുന്നത്. ക്യാബ് ഈ റൂമിനാണ് മാസം നമ്മൾ 1.5 ലക്ഷം കൊടുക്കുന്നത്. ലൈറ്റൊക്കെ ഉണ്ടടാ, ഗ്ലാസ്സൊക്കെ ഉണ്ട്, പാത്രങ്ങളും ഉണ്ട്. ഫ്രിഡ്ജാണിത്, ഫ്രിഡ്ജ്. കെറ്റിലുണ്ട്, അത്യാവശ്യം സാധന സാമഗ്രികളുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ആപ്പൊന്നും കാണുകയില്ല. ഇത് മൈക്രോവേവ്. പിന്നെ
ഇതൊന്നും ഇല്ല, എന്നാലും ചുമ്മാ തുറന്ന് നോക്കാം. യാ, ഇങ്ങനെയാണ് ഞങ്ങളുടെ റൂമിൻ്റെ അലമാര ഇരിക്കുന്നത്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്. യാ, കത്തി, സ്പൂണ്, പിന്നെ ഫോർക്ക്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഓ ചേ അമ്മേ, കണ്ണു കാണുന്നില്ല. ഓക്കെ, കൊള്ളാമല്ലേ, സെറ്റപ്പാണ്. ഇത് സാധനം വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് നോക്കണം, വർക്കാവും. വട്ടേ പ്രകൃതി മനോഹരമായ കാഴ്ച. വെളിയിൽ പാർക്കൊക്കെ ഉണ്ട് ഗൈസ്. ഇന്ന് രാവിലെ വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയി, തൂത്തിട്ടൊക്കെ പോയി. തൂക്കല്ല സംഭവം, ഒരു മെഷീൻ വെച്ചാൽ ഗ്ലൂന്നാക്കി. അപ്പം എല്ലാം സാധനങ്ങളെല്ലാം വൃത്തിയായി. ഓക്കെ, നൈസാണ്. വലിയ വലിയ കാറുകളൊക്കെ പോകുന്ന കാണാൻ നല്ല രസമാണ്.